നമസ്കാരം. മുംബൈ മലയാളി ഗായകരുടെ ഈണങ്ങൾ ആസ്വദിക്കാനായി കാത്തിരിക്കുന്ന ഓരോ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ടു അംചി മുംബൈ കാ അപ്നാ റിയാലിറ്റി ഷോ ഗുഡ് വിൻ ഗോൾഡൻ വോയിസ് 2016. രവീന്ദ്രൻ മാഷും കൈതപ്രം ദാമോദർ നമ്പൂതിരി സാറുടെയും ഒരു കൂട്ടുകെട്ടിൽ പിറന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് യോർ ചോയ്സ് റൗണ്ടിൽ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് ദേവിക അഴകേശൻ. ദേവിക, ഹലോ. യെറ്റ് അനദർ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ഇൻ ഗുഡ് വിൻ ഗോൾഡൻ വോയിസ്. ഇതുവരെയുള്ള ജേർണി നല്ലതായിരുന്നു എന്ന് തോന്നുന്നു ദേവിക. അപ്പൊ ഇന്ന് ഈ പാട്ട് ആദ്യ വസന്തമേ അല്ലേ, ഈ പാട്ട് ആരാണ് ദേവികയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത്? സത്യനങ്കള് വാട്സാപ്പിലെ ഗ്രൂപ്പിൽ ഒരു സജഷൻ ഇട്ടിട്ടുണ്ടായി, അപ്പോൾ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തതാ. ഓക്കെ, അപ്പൊ ഈ പാട്ട് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ അതോ ഈ കോമ്പറ്റീഷനായിട്ട് ഈ പാട്ട് കേട്ടതാണോ? ഇല്ല, കോമ്പറ്റീഷനായിട്ട് കേട്ടത്. അയ്യോ, ഓക്കെ. ഇതൊക്കെ വളരെ ക്ലാസിക് ആയിട്ടുള്ള പാട്ടുകളല്ലേ. എന്തായാലും ദേവിക, ഐ ബിലീവ് യു ക്യാൻ ഡു ജസ്റ്റിസ് ടു ദിസ് സോങ്. തീരെ നെർവസ് ആവാതെ ഭംഗിയായി പാടുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പാരിജാതങ്ങളായി മാറാം ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി വിടരുമോ.
ദേവിക, ഞങ്ങള് ഈ ഒരു യോർ ചോയ്സ് റൗണ്ട് വന്നപ്പോൾ കുറച്ചിങ്ങനെ ഷഫിൾ ചെയ്യായിരുന്നു. നന്നായി പാടിയ കുറച്ച് പാട്ടുകാർ കുറച്ച് ഒന്ന് ഡിസപ്പോയിന്റഡ് ആക്കി. എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ നന്നായി പാടി. ദേവിക കെപ്റ്റ് അപ്പ് ദി എക്സ്പെക്ടേഷൻ, ഐ സപ്പോസ് അല്ലേ? ദേവികയ്ക്ക് എന്ത് തോന്നുന്നു? ഹൗ ഗുഡ് യു ഫെൽറ്റ് ആഫ്റ്റർ സിംഗിങ്? കുറച്ച് സ്ഥലങ്ങളിൽ സ്ലിപ്പായി. അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെ വന്നില്ല. ഓക്കെ, പക്ഷെ ഓവറോൾ എങ്ങനെ തോന്നി? ഇപ്പൊ കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് പാട്ട് തീർന്നായിട്ട്. പാട്ട് തീർന്നുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയി തോന്നുന്നുണ്ടല്ലേ? അപ്പൊ ജഡ്ജ്മെന്റ് കേട്ടതിന് ശേഷം കുറച്ചും കൂടെ ലൈറ്റ് ആയി തോന്നട്ടെ എന്ന് ആശംസിക്കുന്നു. ഐ ലൈക്ഡ് ഇറ്റ് ബേസിക്കലി ആസ് എൻ ഓഡിയൻസ്. ബാക്കി നമുക്ക് അവരുടെ അടുത്ത് നിന്ന് അറിയാം. പ്രീത മാം. നിധി, ഞങ്ങൾ മാറിത്തരാൻ വേണമെങ്കിൽ നിധി എപ്പോഴും ആദ്യം വന്നിട്ടൊരു കമന്റ് പറയും, ഞങ്ങളെ ഒന്നും പറയാൻ വിടുകയില്ല. അല്ല, ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് ജഡ്ജസ് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇരുന്നോളൂ. അയ്യോ വേണ്ട. എന്തായാലും പ്രതീക്ഷിക്കാത്തവര് മേലേക്ക് കയറി വരുന്നു എന്നൊക്കെ ആ മുഖം കൊടുത്തപ്പോഴേ തന്നെ കാര്യം പിടി കിട്ടിയില്ലേ? അസലായി പാടി, നന്നായി പാടി. ചില സ്ലിപ്പൊക്കെ വന്നു, അത് സ്വയം പറഞ്ഞു, അതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെ പാടിയെന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ കുറച്ച് സ്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഗംഭീരമായിട്ട് പാടി. ഒരു നല്ല സംഗതിയൊക്കെ ഉള്ള ഒരുപാട് ഇതുള്ള ഒരു പാട്ടാണ്, പക്ഷെ വളരെ ഇല്ലേ കൂളായിട്ട് നിന്ന്. അതും നിധി ഒന്ന് പറഞ്ഞ എങ്ങനെയായിരുന്നു കുട്ടി നിന്ന് പാടിയത്? ഇവിടെ ഓഡിയൻസിനോട് ചോദിക്കാം. വളരെ എഫേർട്ട്ലെസ് ആയിട്ട് തോന്നി. എഫേർട്ട്ലെസ് സിംഗിങ് ആയിരുന്നു, നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ശ്രീകുമാർ സർ. ഞാൻ ഇവിടെ എൻജോയ് ചെയ്ത് മരിക്കുകയായിരുന്നു, കാരണം ഇത്ര സൂപ്പറായിരുന്നു. അതിൽ ഒരു 2-3 സ്ലിപ്പുകൾ ഒരു നെഗ്ലിജിബിൾ ആയിട്ട് എടുത്തു പോകും. കാരണം അത് പിന്നെ തളിരില പറയാൻ തന്നെ വലിയ പാട്. തളിരില കുമ്പിളിലല്ലേ, അത് അവസാനം ഭംഗിയായിട്ട് പാടി. ആദ്യമൊക്കെ എങ്ങനെ ഒത്തോന്ന് സംശയം ചിലപ്പോൾ എങ്ങനെ വരും എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ അവസാനം അത് ക്ലീൻ ആയിട്ട് പാടി. നമ്മളിങ്ങനെ അതിങ്ങനെ ആ സംഗതി കിട്ടില്ലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് വീണില്ലോ എന്നുള്ളൊരു സങ്കടത്തിലിരിക്കുകയായിരുന്നു. അവസാനം അത് കിട്ടി, ഭംഗിയായിരുന്നു. അതാണ് ഈ നിധി പറഞ്ഞ മാതിരി വിചാരിക്കാത്ത ചില എക്സ്പെക്ടേഷൻ നമ്മൾ കീപ്പ് ചെയ്യില്ലേ, ചിലരാണ് ചിലപ്പോൾ ഡൗൺ ആയിക്കളി. അത് എക്സ്പെക്ടേഷൻ അങ്ങനെ കൂടി വന്ന ഒരു കുട്ടിയാണ്. ഓൾ ദി ബെസ്റ്റ്. അതാണ് ഗുരുത്വം. താങ്ക് യു സർ. ദേവിക, കുറച്ചും കൂടെ ലൈറ്റ് ആയില്ലേ അല്ലേ? ഇനി മാർക്സും കൂടെ കേട്ട് കഴിഞ്ഞാൽ ദേവിക ലൈറ്റ് ആവും, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കുറച്ചൊന്ന് ഹെവി ആവും. എന്തായാലും പ്രീത മാം, എത്ര കിട്ടുമായിരിക്കും? അത് ഒരു ഊഹം ഉണ്ടാവുമല്ലോ. ഇല്ല, അത് വെറുതെ അല്ലേ നിധി? വെറുതെ പറഞ്ഞു. അത് തരില്ല. ലാസ്റ്റ് ടൈം എങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കിട്ടിയില്ല. എനിക്ക് കുറ്റം, എനിക്ക് വയ്യ. ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയില്ല. 90. താങ്ക് യു സോ മച്ച്. ശ്രീകുമാർ സർ. എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല, കാരണം ഈ 3 സ്ലിപ്പ് എന്ന് പറയുന്ന സംഗതി നമ്മളെ സംബന്ധിച്ചോളം ഈ പാട്ടിന്റെ ഒരു അപാരതയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 3 സ്ലിപ്പ് അതിനൊരു കുറവ് മാത്രമേ ഉള്ളൂ. ആ ഒരു 90 തന്നെ ഞാനും തരും. Thank you, sir. Devika, rocked. You nailed this your choice round. അല്ലേ?
ഗ്രേറ്റ് ഗോയിങ്. എന്തായാലും ഫിനാലെ അടുക്കും തോറും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഇനിയും കൂടി. അതുമാതിരി ദേവികയുടെ പെർഫോമൻസിന്റെ ലെവൽ ഇനിയും മുന്നോട്ട് പോട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.